പറയിപെറ്റ പന്തിരുകുലത്തിന് ജന്മം നൽകിയ വരരുചി പഞ്ചമി ദമ്പതികൾക്ക് വാർദ്ധക്യമായി. അവരിരുവരും 12ാമത്തെ സന്തതിയായ വായില്ലാ കുന്നിലപ്പനെ പ്രതിഷ്ഠിച്ച പറമ്പിൽ എത്തിയിരിക്കുകയാണ്. തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ വരരുചി പഞ്ചമിയോട് ആ യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ അന്നുവരെ ഒരു കാര്യവും ആവശ്യപ്പെടാതിരുന്ന പഞ്ചമി മഹാജ്ഞാനിയായ വരരുചിയോട് 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. അതിലൊന്ന്, വരരുചി മരിക്കുന്നതോടൊപ്പം തനിക്കും ജീവൻ കൈവിടണം എന്നതായിരുന്നു. മറ്റൊന്ന്, 12 സന്തതികളെ പ്രസവിച്ചെങ്കിലും ഒന്നിനെപ്പോലും വളർത്താൻ ഭാഗ്യം സിദ്ധിക്കാത്ത തനിക്ക് തൻ്റെ 12 മക്കളെയും ഒരു നോക്കു കാണുവാനുള്ള അവസരമെങ്കിലും ഉണ്ടാകണമെന്നും. തൻ്റെ ധർമ്മപത്നി ആവശ്യപ്പെട്ട 2 വരങ്ങളും തികച്ചും ന്യായമാണെന്ന് മനസ്സിലാക്കിയ വരരുചി പഞ്ചമിയോട് പറഞ്ഞു, നമ്മുടെ അവസാനത്തെ പുത്രൻ കുടികൊള്ളുന്ന ക്ഷേത്രനടയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ എല്ലാ മക്കളെയും അവിടെ എത്തിക്കാൻ അവനോട് പറയാം. ക്ഷേത്രനടയിൽ വരരുചിയോടൊപ്പം എത്തിയ പഞ്ചമി ഉള്ളുരുകി വിളിച്ചു പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയുമിതാ നിന്നെ കാണാൻ വന്നിരിക്കുന്നു. പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് ഒരു പ്രഭാപടലം പുറത്തു വന്നു. യുവകോമളനായ വായില്ലാ കുന്നിലപ്പനായി. തങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ച വായില്ലാ കുന്നിലപ്പനെ കൺകുളിരെ കണ്ട് സന്തോഷാശ്രു പൊഴിച്ചുകൊണ്ട് പഞ്ചമി പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഒരു നോക്കു കണ്ടു. എല്ലാ മക്കളെയും നിന്റെ സഹോദരങ്ങൾ 11 പേരെയും ഈ മാതാപിതാക്കൾക്ക് കാണിച്ചു തരണം. വായില്ലാ കുന്നിലപ്പൻ തൻ്റെ വലതുകരം ഉയർത്തിയ ഉടനെ വായുവേഗത്തിൽ കാരക്കലമ്മയുൾപ്പെടെ 11 പേരും ആ ക്ഷേത്ര സന്നിധിയിലെത്തി. ആ വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ 12 മക്കളെയും ആഹ്ലാദാതിരേകത്തോടെ നോക്കി. നാനാദേശങ്ങളിൽ നാനാജാതികളായി പരസ്പരം അറിയാതെ വളർന്ന കൂടെപ്പിറപ്പുകൾ. അന്യോന്യം തിരിച്ചറിഞ്ഞ അനർഘ നിമിഷം. അന്യോന്യം അറിയാതെയാണെങ്കിൽ പോലും ആദ്യ കാഴ്ചയിൽ തന്നെ സഹോദര സ്നേഹം പുലർത്തി വന്ന അവരെല്ലാം ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നവരാണെന്ന് മനസ്സിലാക്കിയ ആ അനുഗ്രഹീത മുഹൂർത്തം. മാത്രമല്ല, തങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കാണുവാനുള്ള മഹാഭാഗ്യം. വായില്ലാ കുന്നിലപ്പനൊഴികെ മക്കൾ 11 പേരും തങ്ങളുടെ കഥ മാതാപിതാക്കളോട് വിസ്തരിച്ച് പറഞ്ഞു. സ്വന്തം മക്കളുടെ പെരുമകൾ കേട്ടറിഞ്ഞ ആ മാതാപിതാക്കൾ സന്തോഷം അവർണ്ണനീയമായിരുന്നു. ഏറെ താമസമുണ്ടായില്ല, ആ വൃദ്ധ ദമ്പതികൾ ഇഹലോക വാസം വെടിഞ്ഞു. നദീതീരത്ത് ചിതയൊരുക്കി മാതാപിതാക്കളുടെ ഭൗതിക ശരീരം ദഹിപ്പിച്ച് ജാതിമത ഭേദമില്ലാതെ യഥാവിധി ഉദകക്രിയകൾ നടത്തിയ മക്കൾ പരസ്പരം പറഞ്ഞു, നമ്മുടെ സംസ്കാരവും ആചാരവും ഭിന്നമായിരിക്കാം, പക്ഷേ നാം എല്ലാവരും ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാണ്. മാതാപിതാക്കളുടെ ശ്രാദ്ധത്തിന് ആണ്ടുതോറും എല്ലാവരും ജ്യേഷ്ഠനായ അഗ്നിഹോത്രിയുടെ ഇല്ലത്തിൽ എത്താമെന്ന പരസ്പര ധാരണയോടെ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് യാത്രയായി. പെരുന്തച്ചൻ സ്വദേശമായ ഉളിയന്നൂരിലേക്കും. ഓം തത്സത്.